നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ മുൻകാല MLA മാർ അവർ തുടങ്ങി വെച്ചതും ഇനി പൂർത്തീകരിക്കേണ്ടതുമായ പദ്ധതികളെക്കുറിച്ചുള്ളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. നിരവധിയായ കുടിവെള്ള പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ചെട്ടിക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വിഷയമുണ്ട്, അതുപോലെ തന്നെ ജില്ലാ കോടതി പാലത്തിൻ്റെ വർക്കുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങി വെച്ചതുണ്ട്, അത് പൂർത്തീകരിക്കണം. അതിനുശേഷം ആലപ്പുഴയുടെ ചില ജീവൽ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷയങ്ങളും പഠിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ഉടനടി തന്നെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിൽ ചേർന്നതല്ല എന്നാണ് UDF സർക്കാർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സ്വാഭാവികമായ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായി അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു, അതായത് ഇതൊരു വലിയൊരു പ്രശ്നമായിരുന്നു, സ്വാഭാവികമായിട്ടും അതൊന്നും മറക്കാൻ പറ്റില്ല എന്നാണ് CM പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു നീതി പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു നീതിയാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ പകപോക്കലായി കാണുക എന്നതല്ല നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ CM ആണെങ്കിലും ഈ വിഷയം ആദ്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയാക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയത് ആദരണീയനായ ശ്രീ KC വേണുഗോപാൽ MP ആണ്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ എല്ലാ കാലത്തും ഓർത്തു വയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ആദരണീയനായ ശ്രീ VD സതീശൻ അദ്ദേഹവും ഈ വിഷയം എല്ലാ കാലം ഓർത്തു വെക്കപ്പെടും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ നേതൃത്വത്തിൻ്റെ ഇടപെടലിലൂടെ ഇന്നലെ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ കേവലം ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിലേക്ക് ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേരളത്തിൽ പ്രതിഷേധിക്കുവാനുള്ള, അഭിപ്രായം പറയുവാനുള്ള, സമരം ചെയ്യുവാനുള്ള എല്ലാവരുടെയും അവകാശം, ആ അവകാശം സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തെ ആ വലിയ രീതിയിൽ തന്നെ കാണണമെന്നുള്ളതാണ്. കേവലം ഗൺമാൻ അനിൽകുമാർ, സന്ദീപ് അങ്ങനെയുള്ള 3-4 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മാത്രം വിഷയമല്ല. ഇവിടെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി രാജാവിനേക്കാൾ വലിയ രാജഭക്തി വെച്ച് പുലർത്തുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥർ ഇനി ഒരിക്കൽ പോലും സമരം ചെയ്യുന്നവരുടെ, അഭിപ്രായം പറയുന്നവരുടെ തലയ്ക്ക് അടിക്കുവാനോ ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിക്കുവാനോ ഉള്ള ധൈര്യം കാണിക്കരുത്. അതിനുള്ളൊരു നടപടിയാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. P. ശശിയെ പോലുള്ള ആളുകൾ കഴിഞ്ഞ 10 വർഷക്കാലം ആഭ്യന്തര വകുപ്പ് ഏറ്റവും മോശമായ രീതിയിൽ അധപ്പതിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അങ്ങനെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറാൻ പാടില്ല. അതിനൊക്കെയുള്ള എല്ലാ മാറ്റങ്ങളും കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്നും കേരളത്തിലെ UDF മന്ത്രിസഭയിൽ നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രധാനമായും പറയാനുള്ളത്. ഇതിലൊരു പ്രധാനമായി പറയാനുള്ളൊരു കാര്യം, വെട്ടിയത് മഴ മറന്നാലും വെട്ടേറ്റ മരത്തിനത് മറക്കാൻ കഴിയില്ലല്ലോ. അതാണ് അതിൻ്റെ അകത്ത് സ്വാഭാവികമായ ഒരു മറുപടി. ആ മുറിവേൽപ്പിക്കപ്പെട്ടത് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ്, പൊതുജനങ്ങളുടെ ആത്മാഭിമാനത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു നടപടി ആ വിഷയത്തിലുണ്ടാവും. അത് പ്രതികാര നടപടിയല്ല, നിയമപരമായി ജനാധിപത്യപരമായി എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന, ഇനി മേലാൽ ചെറുപ്പക്കാരെ കാണുമ്പോൾ, അഭിപ്രായം പറയുന്നവരെ കാണുമ്പോൾ, പ്രതിഷേധിക്കുന്നവരെ കാണുമ്പോൾ, കരിങ്കൊടി കാണിക്കുന്നവരെ കാണുമ്പോൾ അങ്ങ് തല തല്ലി പൊളിച്ചു കളയാം, അവരെ കിടക്കപ്പായിലങ്ങ് കിടത്തിക്കളയാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈ ഇനി ഉയരാതിരിക്കാനുള്ള ഒരു നടപടി ഉറപ്പായും ഉണ്ടാകും. അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ, അതിന് കുടപിടിച്ചു കൊടുത്തവർ, അവർക്കെതിരെയെല്ലാം ശക്തമായ നടപടി ഈ മന്ത്രിസഭയുടെ ഇടപെടലിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകമായി പറയാനുള്ളത്. ഏറ്റവും കർമ്മധീരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്.
അപ്പോൾ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവും. 1 മാസത്തിനുള്ളിൽ തന്നെയെങ്കിലും നടപടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.